ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 3 ടയർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ്. അതുപോലെ തന്നെ അതിൽ എനിക്ക് പറ്റിയിട്ടുള്ള വലിയൊരു അബദ്ധം കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മിസ്റ്റേക്കുകളൊക്കെ പറ്റുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാം. കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചസൊക്കെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. 3 kg വാനില ഫ്ലേവറിലാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു ഹൽദി കേക്കാണ്. അപ്പോൾ 9 ഇഞ്ചിലും 7 ഇഞ്ചിലും 5 ഇഞ്ചിലും സാധാരണ ഞാൻ എപ്പോഴും 3 ടയർ കേക്ക് ഈ ഒരു സൈസിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഓരോ കേക്കിനായിട്ട് ഞാനിവിടെ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് സെറ്റായതിൻ്റെ ശേഷം ഇവിടെ ഫൈനൽ കോട്ടിങ് ചെയ്യണേ. പിന്നെ ഹൽദി കേക്ക് ആയതുകൊണ്ട് തന്നെ ഇത് 3 ടയർ കേക്കും യെല്ലോ കളറാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ സെയിം ഡെക്കറേഷനാണ്, 3 കേക്കിലും സെയിം ഡെക്കറേഷൻ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ടോപ്പിലുള്ള കേക്കാണ്. 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്ക്. 5 ഇഞ്ചിൽ 2 പ്രാവശ്യമായിട്ട് രണ്ട് ബേക്കിംഗ് ടിന്നിലായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒരു ലൈന് കൊടുക്കണം കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ വെച്ചിട്ട് ടേണിംഗ് ടേബിളിനെ റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ താഴെ ഭാഗത്തും നൈഫ് കേക്കിൽ വെച്ചിട്ട് ടേണിംഗ് ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡെക്കറേഷൻ വരും കേട്ടോ. അപ്പം ഇങ്ങനെ ഈ ഒരു കേക്കിനെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ മറ്റേ 2 കേക്കിനും ഫൈനൽ കോട്ടിങ് ചെയ്ത് സെയിം ഡെക്കറേഷൻ ആക്കി എടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ 3 ടയർ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 3 ടിൻ സൈസാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള ഒരു 3 ടയർ കേക്ക് കിട്ടും. പിന്നെ കസ്റ്റമർ എനിക്ക് വിട്ട് തന്നിട്ടുണ്ടായിരുന്നത് കുറച്ചൊരു ഹൈറ്റ് തോന്നിക്കണ 3 ടയർ കേക്കായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഹൈറ്റുള്ള കേക്ക് ആവാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ടുണ്ടായിരുന്ന 9 ഇഞ്ച് സൈസിൽ ചെയ്ത കേക്കിൻ്റെ സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിന് 8 ഇഞ്ച് ആയിട്ടില്ല, എന്നാലോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അത് ലെയറിൽ കൊടുത്തിട്ട് ഒരു ലെയറും കൂടി ആക്കി എടുക്കാമെന്നാണ് പ്ലാൻ. അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ അകത്ത് ഞാൻ അതുപോലെ ഒരു ലെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഫൈനൽ കോട്ടിങ് ചെയ്തിട്ട് 3 കേക്കും സെയിം ഡെക്കറേഷനാക്കിയിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ താഴെയുള്ള കേക്ക് നമുക്ക് വേറെ കേക്കാണ് കേട്ടോ, അത് ഇതിലുള്ളതല്ല. അപ്പം ഈ 3 കേക്കും തലേദിവസം നന്നായിട്ട് തന്നെ സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ രാവിലെയാണ് ബാക്കി വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ കേക്ക് 12 മണിക്കാണ് കൊടുക്കാൻ വേണ്ടി കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എടുത്തിട്ട് കുറച്ച് നേരത്തെ തന്നെ എല്ലാ പരിപാടിയും കഴിച്ചു വെക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ ഞാൻ ഇതിനൊന്ന് സ്റ്റാക്ക് ചെയ്യണം. ഉള്ളിൽ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്, വുഡിൻ്റെ സ്റ്റിക്കും അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് 9 ഇഞ്ചിൽ ചെയ്തതിൻ്റെ മുകളിലേക്കായിട്ട് 7 ഇഞ്ചിനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധം നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവുണ്ടാവും. ഈ 2 കേക്കുകൾ തമ്മിൽ തീരെ ഗ്യാപ്പ് വന്നിട്ടില്ല. അപ്പോൾ ഇത് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ എന്താ പറയുക, ഒരൊറ്റ കേക്കായിട്ടാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യണം കാണുമ്പോൾ. വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിലും ഡയറക്റ്റ് കാണുമ്പോൾ 2 കേക്കും കൂടി ചെറിയൊരു എന്താ പറയുക ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ പിന്നെ ടോപ്പിലുള്ള കേക്കിനെ ഞാൻ ഇങ്ങോട്ട് തന്നെ മാറ്റി കേട്ടോ. കാരണം താഴത്തെ കേക്കിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ സൈസ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ, വേറെ പീസ് വെച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നെ താഴത്തെ കേക്കിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സെൻറ്ററിലുള്ള കേക്കിൻ്റെ സൈസ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പിലുള്ള കേക്കിനും ബാധിക്കും. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള കുറച്ച് നേരം ഞാൻ ആകെ കൺഫ്യൂഷനായിട്ട് എന്ത് ചെയ്യും എന്നുള്ളത്. കാരണം നമുക്ക് കേക്കിനെ ഉണ്ടാക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ 7 ഇഞ്ചിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്കിനെ കട്ട് ചെയ്തു. ചെറിയൊരു ഭാഗം അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനൊരു 6 അല്ല 6.5 സൈസാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. 7 ഇഞ്ചിലിനെ മാറ്റിയിട്ട് അപ്പോൾ ഇതാ സൈഡൊക്കെ കട്ട് ചെയ്ത് കുറച്ചൊരു ഭാഗം കട്ട് ചെയ്തിട്ടുള്ളൂ, ഞാൻ കാണിച്ചു തന്നല്ല, അത്രയും കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ. എന്നിട്ട് ഇതിനെ ഒന്നും കൂടി ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്, സാധാരണ ക്രീം വെച്ചിട്ട് തന്നെ. അപ്പോൾ ആ ക്രംസ് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതിനെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ടോൾ കേക്ക് ആക്കി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷെ അതിൻ്റെ ടിൻ സൈസ് മാറുന്നുള്ളത് ആ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതിനെ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്ന കേക്ക്, അതായത് 5 ഇഞ്ച് കേക്ക്, ഇതിലേക്ക് എത്രത്തോളം ഗ്യാപ്പ് ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് നോക്കണ്ടേ. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. സ്റ്റിക്കിനെ കേക്കിൻ്റെ ഫുൾ സൈസിലാണ് സ്റ്റിക്ക് എടുത്തിട്ടുള്ളത്. അപ്പം വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ടയർ കേക്കിന് ഭംഗി കിട്ടുന്ന രീതിയിൽ
കുറച്ചൊരു ഗ്യാപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഫ്രീസറിൽ വെച്ച് കൂളായതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇവിടെ പുറത്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് യെല്ലോ കളർ വെച്ചിട്ട് തന്നെ ഒന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കാം, മറ്റേ കേക്കിന് കറക്റ്റ് ആക്കിയിട്ട് തന്നെ. അപ്പം കളർ മിക്സ് ചെയ്ത സമയത്ത് ചെറുതായിട്ടൊന്ന് ലൈറ്റ് കളറായിട്ടുണ്ട്. നമ്മൾ ഒന്നിച്ചിട്ട് 3 കേക്കും ഒരേ കളറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീണ്ടും ക്രീമിൽ കളർ മിക്സ് ചെയ്തപ്പോൾ ആ കറക്റ്റ് കളർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ആ ഒരു ടെൻഷനിൽ ചെയ്യുമ്പോൾ ഓക്കെയാണ്. എന്നിട്ട് ഇതിനെ ഫൈനൽ കോട്ടിങ് ചെയ്തു. ഇനി ഞാൻ ആ കേക്കിനെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നത്. കാരണം സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സാധാരണ ഞാൻ ചെയ്യണ പോലെ തന്നെ കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാടില്ല, എന്നാലോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ കേക്കായിട്ടാണ്, വലിയൊരു ടോൾ കേക്കായിട്ടാണ് ഫീൽ ചെയ്തിരുന്നത്. ചെറിയ ഒരു ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ നമ്മൾ ടയർ കേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇഞ്ചിൻ്റെ സൈസ് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കിനെയും കൂടി സ്റ്റാക്ക് ചെയ്യണുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും സെൻറ്ററിലുള്ള കേക്ക് കുറച്ചൊരു ലൈറ്റ് കളറാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതൊരു ബോറായിട്ടുള്ള ലൈറ്റ് കളറല്ല, അതിന് ഓക്കെ ആണ്. അത് അങ്ങനത്തെ ഒരു ഡെക്കറേഷനായിട്ട് തോന്നിക്കോളും. എന്നിട്ട് ടോപ്പിലുള്ള കേക്ക് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഉള്ളിൽ നിന്നായിട്ട് 3 സ്റ്റിക്ക് കൊടുക്കുന്നുണ്ട്. 3-4 സ്റ്റിക്കൊക്കെ കൊടുക്കാം കേട്ടോ. ഞാൻ വുഡിൻ്റെ സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്ലാസ്റ്റിക്കിൻ്റെ എന്നുണ്ടെങ്കിൽ 2 കൊടുത്താൽ മതി. അപ്പോൾ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് താഴത്തേക്കായിട്ട് 3 സ്റ്റിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെ കൊണ്ടുപോകുക എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ സേഫ് ആകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്റ്റിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്ററിലുള്ള കേക്ക് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നീറ്റായിട്ട് നമുക്കൊരു 3 ടയർ കേക്കൊന്നും കിട്ടില്ല കേട്ടോ. ഒരു ബോറായ കേക്കായിരിക്കും, വലിയൊരു ടോൾ കേക്കായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷന് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. കുറച്ച് ഫ്ലവേഴ്സ് യെല്ലോ വൈറ്റ് കളറിൽ കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. അപ്പോൾ ഈ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു കേട്ടോ. കാരണം ഇത് എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും എന്നുള്ളത് ആലോചിച്ചിട്ട് തന്നെ കുറച്ച് നേരം ഇരുന്നു. പിന്നെയാണ് ഈ ഒരു ഐഡിയ തോന്നിയത്, സെൻറ്ററിലുള്ള കേക്കിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. കാരണം ടോപ്പിലുള്ള കേക്കും ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. 2 കേക്കിനെ സൈസ് മാറ്റണതിനേക്കാളും നല്ലത് ഒരൊറ്റ കേക്കിനെ സൈസ് മാറ്റണമെന്ന് തോന്നിയിട്ട് സെൻറ്ററിലുള്ളതിനെ മാറ്റി കൊടുത്തത് കേട്ടോ. പക്ഷേ ചെറുതായിട്ടൊരു ലൈറ്റ് കളർ വന്നിട്ടുണ്ട്. അത് ഒരു ഡെക്കറേഷനാക്കി മാറ്റിയെന്ന് പറയാം. അപ്പോൾ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഈ ഒരു ടയർ കേക്ക് ചെയ്യണ സമയത്ത് സൈസിൽ എന്തെങ്കിലും വേരിയേഷൻ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ട്രിക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ. കാരണം ഒരേ സൈസിലും ഒരു കറക്റ്റ് അല്ലാത്ത ടിൻ സൈസും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കേക്ക് കാണാൻ ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ സിറ്റുവേഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് തന്നെ കേക്കിനെ ചെയ്ത് കൊടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ഡെക്കറേഷനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡെക്കറേഷനൊക്കെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക, നന്നായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്